Good morning, sir. Yes, prayer Vadulu. Good morning, Lord. Thank you for the gift of life. And today I commit hands. Guide my thoughts, words, and actions. Give me strength, wisdom, and a grateful heart. May I walk in your peace and share your love. Amen. Yes. Okay, എല്ലാം ചോദിച്ച എല്ലാ കാര്യങ്ങളും ജോസ്മിയുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ജോസ്മി വളരെ ഭക്തിയായ സ്ത്രീയാണെന്നാണ് അല്ലേ? യെസ്. യെസ്, അത് ജോസ്മിയുടെ പ്രേരണയൊക്കെ ചെല്ലുമുള്ള വാക്കുകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. യെസ്, ദൈവമേ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലൊക്കെ അതൊക്കെ ഒരു ധൈര്യം നൽകും. വെരി ഗുഡ്. ദെൻ ഓക്കെ ജോസ്മി, ഞാനാണ് സൈനിങ് ഓൺ. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Sir, signing. യെസ്, രേവതി. Good morning, everyone. I welcome Job sir to our class. Today we are excited to learn a new lesson. Hope for a wonderful class. Once again, I welcome all of you. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. യെസ്, ഇടുക്കിയുടെ മാണിക്യം അല്ലേ ഐശ്വര്യ? യെസ്. ഓക്കെ. ദെൻ തോട്ട് ഓഫ് ദ ഡേ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് Sir, ചെയ്യാം. പറയാം. യെസ്, ഓക്കെ. Life gives us new lesson each day, not for learning, but to improve our understanding. യെസ്, പഠിക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ്. യെസ്, ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് ഉണ്ട്. ഇപ്പൊ അയാളുടെ സിനിമകളൊക്കെ കുറവാണ്, പക്ഷെ ഒരു കാലഘട്ടത്തിൽ പുള്ളി അതൊക്കെ കത്തിനിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അടിയിൽ ബാലചന്ദ്ര മേനോൻ എന്നൊരു ഇതുപോലെ തമിഴിൽ ഉണ്ടായ ഒരാളായിരുന്നു. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം ഭാഗ്യരാജ്. ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ എന്ന് പറഞ്ഞ പോലെ രേവതി തന്നെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും. ഓക്കെ, ഒരാൾ തന്നെ പല റോളിൽ വരില്ലേ? ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പ്രൈസൽ വെർബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എന്നത്തേക്കാണ് നിങ്ങളുടെ ക്ലാസ് തീരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. യെസ്, ഓക്കെ. 25 ഈ മാസം ലാസ്റ്റ് അവസാനിക്കണം. ഇന്നലെ നമ്മുടെ 17 പരീക്ഷയായിരുന്നു. യെസ്, പരീക്ഷ കഴിഞ്ഞിട്ടാരും പറഞ്ഞൊന്നും വിളിച്ചിട്ടില്ല. ഇതൊരു പരീക്ഷ ഭയങ്കര എളുപ്പമായിട്ടും തോന്നുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൻ എക്സാം ആണോ അപ്പോ? ഇന്നലെ മെയിൻ ആയിരുന്നു. ഇന്നലത്തോടു കൂടി അവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞതാണ്. ലാസ്റ്റ് എക്സാമിന് എപ്പോഴും ഇംഗ്ലീഷ് വരാറ്. യെസ്, 14 കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അപ്പോൾ തന്നെ വിളിച്ചു അവരുടെ പരീക്ഷയെ കുറിച്ചുള്ള ആദിയും വ്യാധിയും ഖ്യാതിയും ഒക്കെ പറഞ്ഞായിരുന്നു. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫ്രേസൽ വെർബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, ഒരു വെർബും അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും വരുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു 6 വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൊരു വേർഡാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന വേർഡ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് എന്ന് പറയുമ്പോൾ നോക്കുക, ആഫ്റ്റർ ശേഷം എന്നാണ്. അപ്പൊ ലുക്ക് ആഫ്റ്റർ നോക്കിയ ശേഷം എന്ന് പറയുന്നത്, മറിച്ച് എന്ത് പറയണം? ടേക്ക് കെയർ ഓഫ് ഓർ പ്രൊട്ടക്ട് എന്ന് പറയണം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. രേഷ്മ, പറഞ്ഞു സാർ. നാട്ടില് മഴയൊക്കെ ഉണ്ടോ രേഷ്മ? മഴ മാറി, ഇപ്പൊ ചെറിയ വെയിലാണ്. ഇപ്പൊ നല്ല വെയിലാണ്. യെസ്, അടുത്ത മാസം ഓണമാണ്. ഇല്ല, കർക്കിടകത്തിന്റെ ഇപ്പൊ നാളെ തുടങ്ങുമല്ലോ, 1-ാം തീയതി. കർക്കിടകം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ദുർഘടം എന്നാണ് പറയുന്നത് അല്ലെ? കർക്കിടക മാസത്തിൽ പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യും,
പരമാസം എന്ന് പറയും. ആ കർക്കിടക മാസം ആകുമ്പോ വീട്ടിൽ നിന്ന് കെട്ടിച്ച് വിറ്റ പെൺകുട്ടികളെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. കർക്കിടകം കഴിയുന്നവരെ ഒരു രീതി ഉണ്ടായിരുന്നു അല്ലേ രേഷ്മ? അങ്ങനെയുണ്ട്. കല്യാണം കഴിഞ്ഞാലും ഉണ്ട്. പിന്നെ ഇങ്ങനെ വിശേഷക്കായി നിൽക്കുമ്പോഴും കൊണ്ടുവന്ന് നിർത്തും 7 ദിവസം. 7 ദിവസം നിർത്തുന്നത്? കർക്കിടകം 7 കഴിയാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയുണ്ട്. കർക്കിടകം 7 കഴിഞ്ഞിട്ടൂടെ പോരാ? 7 ദിവസം അവിടെ നിൽക്കണം. 7 കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പോവാം വീട്ടിൽ. ഓഹോ, എന്താണ് എന്റെ പ്രത്യേകത? ആദ്യത്തെ 7 ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ? അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വിശ്വാസം. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണല്ലോ നമ്മള്. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാം, രേഷ്മക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 പെൺകുട്ടികള്. മൂത്ത മകളുടെ 28-ന്റെ അന്നൊരു ചടങ്ങ് നടത്തിയില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ 28-ന്റെ അന്ന് നടത്തിയത്? 29-നോ 30-നോ നടത്താഞ്ഞല്ലേ? എല്ലാവരും ഇനി 28 കെട്ടാണെന്ന് പറയും. എന്താ 28? അത് 30 27 ആക്കിയാലെന്താ? 29 ആക്കിയാലെന്താ? 30 31 ആക്കിയാലെന്താ? പക്ഷെ എല്ലാം കറക്റ്റ് 28 എന്നാണ് പറയാറ്. 28 ചെരട് കെട്ടോ നൂല് കെട്ടോ ഒക്കെ 28 എന്നാ പറയാറ്. അതിന്റെ പിന്നീട് കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനങ്ങനെ ആരോടും പറയാറില്ല. പിന്നെ ഇത് നിങ്ങൾ MT 20 ബാച്ചിന്റെ പ്രിയപ്പെട്ട ബാച്ച് ആയതുകൊണ്ട് ഞാനിത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ 28 എന്ന് പറയുമ്പോൾ ശരിക്കും അത് 1-ാം തീയതി ആയിട്ട് വരും. 27 നാളുകളാണ് ഉള്ളത്. മൂത്ത മോളുടെ നാളെന്താണ്? അനിഴത്തിൽ ജനിച്ച മകള് 27 ദിവസം കഴിയുമ്പോൾ അനിഴത്തിന് തൊട്ട് പുറകിൽ വരും. ആ 28-ാമത്തെ ദിവസം വീണ്ടും അനിഴ കഴിക്കും. 28 ദിവസമുള്ളൂ. നമ്മുടെ നാള് വെച്ച് നോക്കുമ്പോൾ 27 നാളല്ലേ ഉള്ളൂ. 28-ാമത്തെ നാളെന്ന് പറഞ്ഞാല് ജനിച്ചതേ നാളിന് വരിക. അതാണ് 28 വന്നത്. ഇനി അടുത്ത് വേറെ കാര്യം, ശബരിമലയ്ക്ക് ആളുകൾ നോയമ്പെടുക്കാറില്ലേ? എത്ര ദിവസം എടുക്കുന്നത്? ശരിക്കും 40 ദിവസമാണ്. എത്ര? 43. എന്തുകൊണ്ടത് 42 ആവാത്തെ? എന്തുകൊണ്ടത് 43 ആവാത്തെ? എന്തുകൊണ്ടത് 40 ആവാത്തെ? കറക്റ്റ് 41 ദിവസത്തെ നോയമ്പെന്ന് പറയുന്നില്ലേ? ആ 41 ദിവസത്തെ നോയമ്പെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം മാത്തമാറ്റിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നു രേഷ്മക്ക്. നമുക്കറിയാം, ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് 27 ദിവസമാണ്. 27 ദിവസം. അത് നമുക്കറിയാം, നമ്മുടെ ഡേറ്റ് ഒക്കെ വെച്ച് അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാം 27 ദിവസമാണ് ഒരു മാസമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഒരു വർഷത്തില് 12 മാസം. 27 × 12 എത്ര കിട്ടും നോക്കി രേഷ്മ? 27 324 അല്ലേ? യെസ്, ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് സംഗതി അവിടെ നിൽക്കട്ടെ. 324. ഇനി നമുക്കറിയാം, നമ്മുടെ ജിയോഗ്രഫിക്കൽ കണക്ക് പ്രകാരം 365 ദിവസമാണ് ഒരു വർഷം. പക്ഷേ നമ്മുടെ ചന്ദ്രമാസം വെച്ച് 365 കാലം. 365 കാലം. കാലം പോക്കട്ടെ. യെസ്, അത് ചെറിയ വ്യത്യാസം വരും. ആ 365 നിന്ന് നേരത്തെ കിട്ടിയ ആ സംഖ്യയോട് മൈനസ് ചെയ്ത് 41. അതാണ് ആ 41. കേട്ടോ, ഒരു ചക്രം അത് പൂർത്തിയാകണമെങ്കിൽ ഈ 41 കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ നോയമ്പ് കാലം 41 ദിവസമായിട്ട് വന്നത്. ഇതൊക്കെ ആര് പറയണം? ഞാൻ പറയണം അല്ലേ? ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഈ സംഗതി ഭയങ്കര ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പുറകിലൊക്കെ ഇങ്ങനെ പോയിട്ട് വെറുതെ ഇങ്ങനെ അന്വേഷിച്ചൊക്കെ പോകുന്നത്. ഓക്കെ, നമുക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിന്റെ പുറകിൽ നമുക്ക് പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്.
ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ. ഇത് എവിടെയെങ്കിലും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ട, സാവകാശം പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ രേഷ്മ. അപ്പൊ രേഷ്മനെ വിളിച്ചത് വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ 6 എണ്ണം വരെ ഇന്നലെ നമ്മൾ നോക്കി. അപ്പൊ 7ാമത്തെ മുതൽ രേഷ്മ വായിക്കുക കേട്ടോ. ഞാനിതൊന്ന് എല്ലാത്തിനും 7 ചെയ്തതായിരുന്നു. 7 ചെയ്തതാണ്. 5 മിനിറ്റ് ആയിരുന്നു ഞാൻ കേട്ടപ്പോൾ അവിടെ ആള് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഒരാളൊരു 3 എണ്ണം വെച്ച് വായിച്ചു, 8 മണിക്ക് വായിച്ചു കേട്ടോ. ഫുള്ള് ഒരു ടീച്ചറിന്റെ റോളിലാണ് ഓരോരുത്തരും. അപ്പോ വായിക്കുക, എന്റെ അർത്ഥവും പറയാ, കറക്റ്റ് ആയിട്ട് പറയാം. അത് ഇടയ്ക്ക് ഞാൻ ഇടപെട്ടോളാം. ഓക്കെ, 8ാമത്തെ വായിച്ചോളൂ രേഷ്മ. കാണുന്നില്ലേ രേഷ്മ? രേഷ്മ 5 മിനിറ്റ് ഗ്യാപ്പ് പറഞ്ഞു പോയതാ, ആരോ വന്നു. അതെ, എന്നാ ഒരു കാര്യം ചെയ്തു, രേവതി വായിച്ചു, 8ാമത്തെ വായിച്ചു. Bring out, to cause. എന്റെ അർത്ഥം Science has brought about many changes in our lives. ഓക്കെ, അത് വായിച്ചു. ബ്രിങ് ഔട്ട്, ടു കോസ്. എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞ മലയാളത്തിൽ. കാരണമാവുക, ടു കോസ്. അല്ല, കാരണം എന്നല്ല, കാരണമാവുക. ടു അവിടെ വന്നിട്ടുണ്ട്, അപ്പൊ വെറബായിട്ട് ഉപയോഗിക്കണം. യെസ്, ഇനി പറഞ്ഞു. Science has brought about many changes in our lives. നമ്മുടെ ജീവിതത്തിൽ സയൻസ് വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. സയൻസ് കാരണമായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സയൻസ് ഹാസ് ബ്രോട്ട് എബൌട്ട്. അതെ, സയൻസ് ബ്രോട്ട് എബൌട്ട്, കാരണമായിട്ടുണ്ട്. മെനി ചേഞ്ചസ് ഇൻ അവർ ലൈഫ്. അടുത്ത വായിച്ചോളൂ. Bring back, to return, cause to return. തിരിച്ചു വരവിന് കാരണമാവുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. All the library books should be brought back before the college closes for the summer vacation. Summer vacation കോളേജ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ലൈബ്രറി ബുക്കും റിട്ടേൺ ചെയ്യേണ്ടതാണ്, തിരിച്ചു വെക്കേണ്ടതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ പഠിച്ചോടെ വാക്കുകൾ. All the library books should be brought back, should be returned before the college closes for summer vacation. Next. Bring down, cause to come down, cause for. താഴേക്ക് വരാൻ കാരണമായത്. അല്ലേ? Cause for, കാരണമായത്. Better harvest has brought down the price of good grains. അതൊരു സെന്റൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ നല്ല വിളവ് പ്രൈസ് കുറച്ചു കൊണ്ടുവരാൻ കാരണമായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബെറ്റർ ഹാർവസ്റ്റ്, ഹാർവസ്റ്റ് വിളവെടുക്കുന്നതാണ്. ഹാസ് ബ്രോട്ട് ഡൗൺ ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. കറക്റ്റ്, കറക്റ്റ്. അടുത്തത്. The monsoon has brought down the atmospheric temperature. മഴക്കാലം അന്തരീക്ഷ താപനില താഴ്ത്തി കൊണ്ടുവന്നു, മഴ കാരണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. രേവതി നല്ല ടീച്ചർ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രേഷ്മ തിരിച്ചു വന്നാ? രേഷ്മ വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ജോസ്മിക്ക് കൊടുക്കാം. ജോസ്മി, ആർ യു റെഡി? യെസ് സർ. ഓക്കെ ഓക്കെ. അപ്പോ 11 വരെയാണ് വായിച്ചു നിർത്തിയത്, അതിന് ശേഷമുള്ളത് നോക്കാം കേട്ടോ. 10 വരെ വായിച്ചു നിർത്തി അല്ലേ? 11 മണിക്ക് വായിച്ചോളൂ. 11 ഒരാൾ 3 എണ്ണം വെച്ച് വായിച്ചു കേട്ടോ. 3 എണ്ണം 2 നമുക്ക് സമയമായിട്ട് വീണ്ടും 1 വീണ്ടും ആരംഭിക്കാം. എല്ലാവർക്കും സമ്പാദിക്കുക അല്ലെങ്കിൽ നേടുക, രണ്ടർത്ഥമുണ്ട്. Some people bring in great amounts every month. എല്ലാ മാസവും പൈസ സമ്പാദിക്കുന്നത്. ടീച്ചർ പോലെ പറയാം. സം പീപ്പിൾ, കുറച്ചാളുകൾ, ബ്രിങ് ഇൻ, സമ്പാദിക്കുന്നു, ഗ്രേറ്റ് എമൗണ്ട്, വലിയ തുകകൾ, എവരി മന്ത്, എല്ലാ മാസവും. അപ്പൊ ചില ആളുകൾ എല്ലാ മാസവും വലിയ തുക സമ്പാദിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങളൊക്കെ സ്റ്റുഡൻ്റ് ആണ്, പറയുന്ന ആളാണ് ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. യെസ്, ഓക്കെ. പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പന്നം. The factory has brought out a new brand of shampoo. ഒരു ഫാക്ടറിയിൽ പുതിയതായിട്ട് ഷാംപൂ
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി കറക്റ്റ്, കറക്റ്റ്. ദ ഫാക്ടറി ഹാസ് ബ്രോട്ട് ഔട്ട്. ഫാക്ടറി എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. എ ന്യൂ ബ്രാൻഡ് ഓഫ് ഷാംപൂ. ഒരു പുതിയ ഷാംപൂ ഫാക്ടറി ഉൽപ്പാദിപ്പിച്ചു. അടുത്തത് ബ്രിങ് അണ്ടർ, ടു കൺട്രോൾ ആൻഡ് ഡിഫീറ്റ്. കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തുക, അങ്ങനെയല്ല സർ? പിടിച്ചു നിർത്തുക, നിയന്ത്രിക്കുക. ഡിഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരാജയപ്പെടുത്തുക എന്നുള്ളു, അല്ലെങ്കിൽ താഴ്ത്തി കൊണ്ടുവരിക. ദോസ് ഹു ഓപ്പോസ് അവർ വിഷസ് വിൽ ബി ബ്രോട്ട് അണ്ടർ. ഞാൻ പറഞ്ഞ വാക്കുണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. എതിർക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് ആളുകള് ബി ബ്രോട്ട് അണ്ടർ, നമ്മളെ താഴ്ത്താനായിട്ട് നോക്കുന്നത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയേ, ദോസ് ഹു ഒപ്പോസ്, ദോസ് അവർ ഹു ഒപ്പോസ് അവർ വിഷസ്. ആരാണോ അവർ വിഷസ്, നമ്മുടെ ആഗ്രഹങ്ങളെ എതിർക്കുന്നത്, അവർ. കണ്ട, ദോസ് ഹു ഒപ്പോസ് അവർ വിഷസ്, അങ്ങനെയുള്ള ആളുകളെ വിൽ ബി ആയിരിക്കണം ബ്രോട്ട് അണ്ടർ, കൺട്രോളിൽ കൊണ്ടുവരണം. നമ്മൾ എതിർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോളിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ജോസ്മി, നന്നായിട്ട് അവതരിപ്പിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. രേഷ്മ വന്നിട്ടില്ല, രേഷ്മ വരുമ്പോ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്തത് രേഷ്മ വന്നോ? അത് ഞാൻ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യണേ, അപ്പൊ കസ്റ്റമർ വന്നപ്പോഴേക്കും അങ്ങോട്ട് പോയതാണ്. ഇപ്പൊ ഫ്രീ ആണ്? ഫ്രീ ആണ്. അപ്പൊ പറഞ്ഞാൽ മതി, സാറേ കസ്റ്റമർ എന്ന് പറയുമ്പോ ഞങ്ങളോട് പാസ് ചെയ്തോളാം. ഡോണ്ട് വറി. അപ്പൊ ഇവിടെ ഞങ്ങൾ ജോസ്മി ഏതാണ്ട് 12 വരെ 13 വരെ വായിച്ചു. ഇനി 14 മുതൽ താഴേക്ക് വായിക്കും. 14, 15, 16. Bring up, to educate and care for kids. Bring up, കെയർ ചെയ്യുക. To educate and care, കുട്ടികളെ ശ്രദ്ധിക്കുക. Parents bring up their kids. Parents കുട്ടികളെ കെയർ ചെയ്യുക, ബ്രിങ് അപ്പ് ചെയ്യാൻ. അതായത് കുട്ടി അതങ്ങനെ അവിടെ നമ്മുടെ രേഷ്മ നമ്മൾ പറഞ്ഞു നോക്കട്ടെ, ടീച്ചറല്ലേ. കുട്ടികളെ പാരന്റ്സ് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്. പ്ലേസ് സ്ഥലങ്ങൾ സന്ദർശിക്കുക. വെരി ഗുഡ്. കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ, ആളുകളെ സന്ദർശിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവർ ചീഫ് മിനിസ്റ്റർ കോൾഡ് അറ്റ് ഡൽഹി ആൻഡ് കോൾ ഓൺ ദ പ്രൈം. ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ ഡൽഹിയെ സന്ദർശിച്ചു. പ്രൈം എന്ന് പറഞ്ഞാൽ അതിനൊരു വേർഡ് കൂടി ഇല്ല. പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ഡൽഹിയെ സന്ദർശിച്ചു. പ്രൈം മിനിസ്റ്റർ called on the prime minister. Prime minister ക്ലിയർ ആയില്ല. അത് ടെൻഷൻ കൂടിയിട്ടാണ്. നോക്കിയേ, കോൾഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ്. കോൾഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേഷ്മ പറഞ്ഞ കറക്റ്റ് ആണ്. വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ കാണുക എന്നുള്ളത്. നോക്കിയേ, അവർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന ടീച്ചറെ പോലെ പറഞ്ഞാൽ മതി. അവർ ചീഫ് മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി, കോൾഡ് അറ്റ് ഡൽഹി, ഡൽഹി സന്ദർശിച്ചു. ഡൽഹി ഒരു സ്ഥലത്തിന്റെ പേരല്ലേ, അതുകൊണ്ടാണ് കോൾഡ് അറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡൽഹി സന്ദർശിച്ചു. ഡൽഹി മാത്രമാണ് സന്ദർശിച്ചത്. ആൻഡ് കോൾഡ് ഓൺ, വീണ്ടും സന്ദർശിച്ചു. അവിടെ കോൾഡ് ഓൺ ആയി. ആരെയാണ്? ദ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ, അപ്പൊ അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് രേഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രാംസി കെയും. നമുക്ക് തുടങ്ങാലോ. അടുത്ത 3 രാംസിക്കാണ്. ഓക്കെ,
എപ്പോ പതി- 15 16 തുടങ്ങിയല്ലേ? 16 മുതൽ 18 വരെ അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോ. വായിക്കട്ടോ സാറേ. ആ. Call upon, ആ, ask to something, ആസ്ക് ടു ഡു സംതിങ്. to do something. ആ. ആവശ്യപ്പെടുക. ആ. Something. ടു ഡു, ആവശ്യപ്പെടുക. ചെയ്യുവാൻ, സംതിങ്, എന്തെങ്കിലും ചെയ്യുവാൻ ചെയ്യുവാൻ ആവശ്യപ്പെടുക. ആവശ്യപ്പെടുക. എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെടുക. The Prime Minister called up the people of this country to work hard for national unity. വെരി ഗുഡ്, വെരി ഗുഡ്. അതെന്താ സ്റ്റൈലായിട്ട് അങ്ങോട്ട് പറഞ്ഞേ? നമ്മുടെ ദേശീയ ഐക്യത്തിനു വേണ്ടിയിട്ട് വെരി ഗുഡ്. കഠിനാധ്വാനം ചെയ്യാൻ ആ. രാജ്യത്തെ ജനങ്ങളോട് ആ. പ്രധാനമന്ത്രി ഉം. ആഹ്വാനം ചെയ്തു. വെരി ഗുഡ്, വെടിക്കിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ദ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, കോൾഡ് അപ്പ് ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി, ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. എന്താണ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്? ടു വർക്ക് ഹാർഡ്, കഠിനമായിട്ട് അധ്വാനിക്കുക. ഫോർ നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യത്തിന് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുക. അത് താങ്കൾ പറഞ്ഞപ്പോൾ നാഷണൽ യൂണിറ്റി ഒടുങ്ങി അങ്ങോട്ട് അർത്ഥം പറഞ്ഞു. കറക്റ്റ്, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത പറഞ്ഞു. അടുത്തത് കോൾ ഫോർ, ഡിമാൻഡ്. ഡിമാൻഡ്, ഡിമാൻഡ് ആവശ്യപ്പെടുക. ആ. യുവർ റിമാർക്ക് വാസ് നോട്ട് കോൾഡ് ഫോർ. ദ എംപ്ലോയീസ് ഇല്ല, ഒരു സെന്റൻസ് ആണ്. രണ്ടാമത്തെ സെന്റൻസ് ആണ് അത്. എഡിറ്റ്, അത് പഴയ പ്രിന്റില്ലേ, അത് അടിയിൽ പറയേണ്ട സെന്റൻസ് ആണ്. അത്രയും വരെ പറഞ്ഞു. രണ്ട് സെന്റൻസ്. യുവർ റിമാർക്ക് വാസ് നോട്ട് കോൾഡ് ഫോർ. നിന്റെ റിമാർക്ക് എന്നുള്ള അഭിപ്രായം. നിന്റെ അഭിപ്രായം ആവശ്യമില്ലാത്തതായിരുന്നു. ആവശ്യപ്പെട്ടില്ല, ആവശ്യമില്ലാത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ചിലപ്പോ അനവസരത്തിൽ അഭിപ്രായം പറയൂലേ, അപ്പൊ നമ്മൾ പറയും യുവർ റിമാർക്ക് വാസ് നോട്ട് കോൾഡ് ഫോർ. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല, നമ്മ പറയില്ലേ, ആ സാധനമാണ്. ഇനി അടുത്ത സെന്റൻസ് ആണത്. The employees called for an indefinite strike. ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിന് ആവശ്യപ്പെട്ടു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ടീച്ചറിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. രേഷ്മ റംസി, കുഴപ്പമില്ല. ഒന്നുകൂടെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തെടുത്താൽ റെഡിയാക്കി എടുക്കാം. ദ എംപ്ലോയീസ് കോൾഡ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, അനിശ്ചിതകാലം. അതാണ് കറക്റ്റാ വേർഡ്, നല്ല കറക്റ്റാണ് പറഞ്ഞു. അടുത്ത് പറഞ്ഞു. അടുത്തത് ക്യാരി ഓൺ, കണ്ടിന്യൂ, തുടരുക. വി വിൽ ക്യാരി ഓൺ അവർ കമ്മ്യൂണിക്കേഷൻ ടുമോറോ. നമുക്ക് നമ്മുടെ ആശയവിനിമയം, സംസാരം നാളെയും തുടരാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. രാംസി, വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഐശ്വര്യ, ആർ യു റെഡി? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ. യെസ്, അപ്പോ ഇവര് വന്ന് നിർത്തിയിരിക്കുന്നത് 18, 19, 20, 21 കേട്ടോ. ആ, തുടങ്ങിക്കോളൂ. ക്യാരി ഔട്ട്, ഫോർ ഫുൾഫിൽ ഓർ എക്സിക്യൂട്ട്, നടപ്പിലാക്കുക, അതായത് പൂർത്തിയാക്കുക, നടപ്പിലാക്കുക. ദേ ക്യാരിഡ് ഔട്ട് ദെയർ പ്ലാൻ വിത്തൗട്ട് ഡിഫിക്കൽട്ടി. അവരുടെ പ്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടപ്പിലാക്കി. ടെൻഷൻ സാവകാശം പറഞ്ഞാൽ മതി.
കറക്റ്റ് പറയാം, ടെൻഷനൊന്നും വേണ്ട, സാവകാശം പറയാം. അവരുടെ പ്ലാൻ അവര് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടപ്പിലാക്കി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് കം എബൌട്ട്, ഒക്കൂർ, ഹാപ്പൻ, സംഭവിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. സംഭവിക്കാതെ രണ്ടിന്റെ അർത്ഥം. കം എബൌട്ട്, ഒക്കർ ഓർ ഹാപ്പൻ. ഹൗ ഡിഡ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ ജപ്പാൻ കം ഔട്ട്? എങ്ങനെയാണ് ജപ്പാൻ എന്നൊരു സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളത് ഒരുമിച്ച് എടുത്താൽ മതി കേട്ടോ. സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്നെടുക്കുക. ആ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിന് പകരം അവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ വേടാണെന്ന് വിചാരിക്കും. ഇനി വായിക്കുന്നത് ശരിയാക്കി നോക്കി. ജപ്പാനിലെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റാണ്. ഗ്രേറ്റ് ചേഞ്ച് ഹാസ് കം അബൌട്ട് ഇൻ ഹെർ ബിഹേവിയർ. അവളുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, സംഭവിച്ചിട്ടുണ്ട്. കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്, അപ്രതീക്ഷിതമായിട്ട് കാണുക എന്നൊക്കെ ഉള്ള ഒരർത്ഥം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വി കം അക്രോസ് മെനി ഡിഫിക്കൽട്ടീസ് ഇൻ അവർ വേ. കടന്നു പോകുന്നുണ്ട്. റേഞ്ച് പോയായിരുന്നു ഐശ്വര്യ, ഒന്നുകൂടി വായിച്ചേ. ഗ്രേറ്റ് ചേഞ്ചസ് കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്, അപ്രതീക്ഷിതമായി കാണുക എന്നൊക്കെ ഉള്ള അർത്ഥം. കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്, അപ്രതീക്ഷിതമായി കാണുക. നമ്മുടെ വി കം അക്രോസ് മെനി ഡിഫിക്കൽട്ടീസ് ഇൻ അവർ വേസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തടസ്സങ്ങളിലൂടെയും കടന്നു പോകുന്നു. അപ്പൊ അത് കറക്റ്റ് ആണ് ഐശ്വര്യ. വി കം അക്രോസ് മെനി ഡിഫിക്കൽട്ടീസ് ഇൻ അവർ വേസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളിലൂടെയും നമ്മൾ യാദൃശ്യമായിട്ട് കടന്നു പോകുന്നു. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ പറയാനുള്ളത്? രേഷ്മ പറഞ്ഞു, ജോസ്മി പറഞ്ഞു, രാംസി പറഞ്ഞു, രേവതി പറഞ്ഞു, ഐശ്വര്യ പറഞ്ഞു. ഇനി ആരാ ഉള്ളെ? സാറേ ഞാനുണ്ട്. ശനിയല്ലേ? ശനി. ഓക്കെ, ശനി. ആർ യു റെഡി? എന്താണ് ആ എസ് എന്നുള്ളതിനൊരു ബലം കുറവ്? ഓക്കെ സർ. ഓക്കെ, 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 ഓക്കെ. Come by, obtain. ഒരു മിനിറ്റ്. കം ബൈ, ഒബ്റ്റെയിൻ പറഞ്ഞോ. Obtain means എന്താ സാറേ? നേടുക, ഉറപ്പാക്കുക എന്നൊക്കെയാണ്. Jobs are hard to come by with many people. ഒരുപാട് പേർക്ക് ജോലി ഭയങ്കര ഹാർഡാണെന്നാണ്. ഒന്നുകൂടി ഒന്ന് ആ ഒബ്റ്റെയിനുള്ള വാക്ക് വന്നില്ല. ഒരുപാട് ആളുകൾക്ക് ജോലി നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് അല്ല, ജോലി നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ജോബ്സ് ആർ ഹാർഡ് ടു കം ബൈ വിത്ത് മെനി പീപ്പിൾ. അടുത്തത് കം ടു, മൗണ്ട് ടു. മൗണ്ട് ടു, മൗണ്ടനെയർ, മൗണ്ടിങ് എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്നതല്ലേ മൗണ്ടനിങ് എന്ന് പറയാം. മൗണ്ട് എന്ന് വെച്ചാൽ മലയെന്നല്ലേ. അപ്പൊ മൗണ്ട് ടു, മുകളിലോട്ട് പോവുക. The bill came to ₹200. ബില്ല് 200 മുകളിലേക്ക് പോയി. 200 മുകളിലേക്ക് പോയാൽ 200 200 വരെ എത്തി. ആ 200 ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെറിയ സംഖ്യ ആയിരിക്കും. ചിലപ്പോ ഒരു 0 വിട്ടുപോയതായിരിക്കും, 2000 ആയിരിക്കും. ഓക്കെ, പോട്ടെ. അടുത്തത് Come round, begin to accept. Accept, ACC, accept. He is slowly coming round to our point of view. പതുക്കെ അത് begin
ഉയർന്നു അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അകത്ത് റോജി അറിയാൻ പാടില്ലാത്ത വാക്ക് ചോദിച്ചു. അത് റോജി തന്നെ റോജിയുടെ സ്റ്റൈലാണ് അവതരിപ്പിച്ചു. എന്ത് തെറ്റ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് അറിയാൻ പാടില്ലാത്ത വാക്ക് സ്ലോലി സാവകാശം. കമ്മിങ് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് ബിഗിൻ ടു അക്സെപ്റ്റ്. പിന്നെ ഏതാണ് വ്യൂ എന്ന് പറഞ്ഞ അഭിപ്രായം. നമ്മുടെ അഭിപ്രായം പതുക്കെ സ്റ്റാർട്ട് ചെയ്യണ പറയുന്നത്. എന്താന്ന് വെച്ചാൽ സോയിയാൽ പറഞ്ഞോ ലാസ്റ്റ് സാറേ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഒരാളോട് തേങ്ങ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് 100 വരെ എണ്ണാൻ കഴിയാൻ പാടുള്ളൂ. ബിഗിൻ ടു അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ മീനിങ് കറക്റ്റ്. ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടെ ആരംഭിക്കാന്നല്ലേ. ആരംഭിക്കുക. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വീകരിക്കുക. അപ്പൊ സ്വീകരിക്കുവാൻ തുടങ്ങുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, നമ്മുടെ അഭിപ്രായങ്ങള് പതുക്കെ അംഗീകരിക്കാൻ തുടങ്ങി അങ്ങനെയാണോ? യെസ്, കറക്റ്റ്. അതിനകത്തൊരു അവനെന്നും കൂടി ചേർത്താൽ മതി. അവൻ അംഗീകരിക്കാൻ കീയൂട് വരുമ്പോ കറക്റ്റായി കിട്ടിയിട്ടില്ലേ? സ്ലോലി സാവകാശം കമ്മിങ് അറൗണ്ട് അംഗീകരിക്കാൻ ആരംഭിച്ചു. എന്ത്? ടു അവർ പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ കാഴ്ചപ്പാടിനെ അവൻ സാവകാശം അംഗീകരിക്കാനായിട്ട് ആരംഭിച്ചു. ഇനി ഒരാളും കൂടി ബാലൻസ് ഇല്ലേ പറയാനായിട്ട്? ഞാനാ ഉള്ളേ? ആരാണ്? ഷൈബ. ഓക്കെ, ഷൈബ 25 മുതൽ 26, 27 വരെ പറഞ്ഞോ. കട്ട് അക്രോസ്. ഇന്ററപ്റ്റ്. പറയാമോ ഇന്ററപ്റ്റ്? ഈ വാക്ക് ഇടക്കിടക്ക് ടിവിയിലൊക്കെ പവർ സപ്ലൈ പോകുമ്പോ അല്ലെങ്കിൽ കേബിൾ പോകുമ്പോഴൊക്കെ വരുന്നൊരു വാക്കാണ് ഇന്ററപ്റ്റ്. സോറി, മുറിക്കുക. അപ്പൊ ഒന്നുകൂടെ തടസ്സപ്പെടുക. വെരി ഗുഡ്. തടസ്സം, മുറിക്കുക, തടസ്സം. ഒപ്പോസ്റ്റ് പറഞ്ഞാല് എതിർക്കുക. ഓക്കെ. ഇനി പറഞ്ഞു. The minister's speech in the assembly cut across what he had said. സെക്കൻഡ് earlier ആണ്. EAR അത് പഴയ പ്രിന്റാണ്. ഇതിനകത്ത് ലിപ്സ്റ്റിക്കുകൾ ഉണ്ട്. earlier നിങ്ങൾക്ക് കയ്യിലിരിക്കുന്നതിന് കറക്റ്റ് ആയിരിക്കും. മന്ത്രിയുടെ അസംബ്ലിയുടെ പ്രസംഗം തടസ്സം. ഇതിനകത്ത് അറിയാൻ പാടാത്ത വാക്ക് ചോദിച്ചോ? ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് earlier എന്ന് ഞാൻ നേരത്തെ. ബാക്കിയുള്ള അറിയാം. അസംബ്ലി തന്നെ മിനിസ്റ്റർ, മന്ത്രി, സ്പീച്ച്, പ്രസംഗം കൂടി വെച്ചിട്ട് ഒരർത്ഥം കൊണ്ട് പറഞ്ഞു. ഓരോരുത്തരും മനസ്സിലൊരു അർത്ഥം വിചാരിച്ചു വെച്ചോട്ടെ. അവസാനം ലാസ്റ്റ് നമ്മുടെ ആള് പറയുന്നതും ഇത് തമ്മിൽ യോജിക്കുന്നുണ്ടാന്ന് നോക്കിയാൽ മതി. തെറ്റിക്കോട്ടെ മോളെ, ധൈര്യമായിട്ട് പറഞ്ഞോ. മന്ത്രിയുടെ അസംബ്ലിയിലെ പ്രസംഗം. ഇല്ല, 2 അർത്ഥത്തോടെ കൊടുത്തിട്ടുണ്ട്. ഇന്ററപ്റ്റും കൊടുത്തിട്ടുണ്ട്, ഒപ്പോസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചേക്കണെന്ന് പിടികിട്ടിയത്? രണ്ടാമത്തെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചേക്കണത്. ഒപ്പോസിറ്റ് അർത്ഥത്തിലാണ് ഉപയോഗിച്ചേക്കണത്. ആ ഒപ്പോസിറ്റ് അർത്ഥം വരാവുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എതിർക്കുക. മന്ത്രിയുടെ അസംബ്ലിയുടെ പ്രസംഗം എതിർക്കുക. എതിർക്കുക, എതിര്, എല്ലാം അർത്ഥമുണ്ട്. എതിർക്കുക, എതിര്, വിപരീതം ഒക്കെ അർത്ഥമൊന്നും ഒപ്പോസിറ്റ് വിചാരിക്കും. ഓക്കെ, ഇനി ഒന്ന് സഹായിക്കാം. നോക്കിയേ. ദ മിനിസ്റ്റേഴ്സ് സ്പീച്ച്, മന്ത്രിയുടെ പ്രസംഗം. ഇൻ ദ അസംബ്ലി, അസംബ്ലിയിലെ മന്ത്രിയുടെ പ്രസംഗം. കട്ട് അക്രോസ്, എതിരായിരുന്നു. ഒപ്പോസ്, എതിരായിരുന്നു. എന്തിനെതിരെ? വാട്ട്, എന്താണോ ഹി ഹാഡ് സെഡ് ഏർലിയർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണോ അതിനെതിരായിരുന്നു മന്ത്രിയുടെ അസംബ്ലിയിലെ പ്രസംഗം. ഓക്കെ, യെസ്. ഇത് ഓക്കെ. അടുത്ത വായിക്കും.
The wall cuts across the line of vision. ഇവിടുത്തെ ഇന്ററപ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കട്ട് അക്രോസ് ഉപയോഗിച്ചാൽ മതി. നീ പറഞ്ഞു. മതിൽ കാഴ്ചയുടെ രേഖയെ മുറിച്ചു കിടക്കുന്നു. യെസ്, രേഖ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. രേഖ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ലൈൻ ഓഫ് വിഷൻ ഒന്നുമല്ല, കാഴ്ച. യെസ്, ആ മതിൽ അവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ വിഷൻ, ലൈൻ ഓഫ് വിഷൻ, കാഴ്ച ഒന്ന് തടസ്സപ്പെട്ടു. യെസ്, മതിലില്ലെങ്കിൽ നേരെ കാണായിരുന്നു, മതിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു കാഴ്ച കുറച്ച് മങ്ങിയെന്നർത്ഥം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്, ടെൻഷൻ അടിക്കുന്നില്ല. യെസ്, ഷൈബ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ വീണ്ടും നമുക്ക് ആദ്യത്തെ അടി തുടങ്ങി ആരംഭിക്കാം അല്ലെ? രേവതി, രേവതി ഫ്രീ ആണോ? ഓ, രേവതി ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല. രേഷ്മ ഫ്രീ ആണോ? സാർ ഞാൻ പറഞ്ഞിട്ട് എന്റെ പറയട്ടെ. രേഷ്മ ഫ്രീ ആണല്ലേ? എന്റെ നെറ്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ? നെറ്റ് കട്ടായിട്ടുണ്ടായിന്, കോള് വന്നിട്ടാകുമ്പോ. ഇല്ല. അത് ഓക്കെ. സനിത കഴിഞ്ഞിട്ട് ഞാൻ രേഷ്മയിലോട്ട് വരാം കേട്ടോ. സനിത കഴിഞ്ഞാൽ രേഷ്മയിലോട്ട് വരാം. നെക്സ്റ്റ് ഏത് സാറ്? ഓക്കെ, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ്. അപ്പൊ സനിത കഴിഞ്ഞിട്ട് ഞാൻ രേഷ്മയിലോട്ട് വരാം. ഓക്കെ, നമ്മൾ കട്ട് അക്രോസ് വരെയാണ് പറഞ്ഞത് അല്ലേ? കട്ട് അക്രോസ് അല്ലല്ലോ പറഞ്ഞത്. കട്ട് അക്രോസ് ഇനി 26 പോലെ പറയണം. ഓക്കെ, പറഞ്ഞോളൂ സനിത. Cut down to reduce. A servant does not like to have a salary cut down. വെച്ചുകഴിഞ്ഞാല് അവരുടെ ശമ്പളം കുറക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണോ? ഒരു ജോലിക്കാർക്ക് ഇഷ്ടമല്ല. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ്. ഓക്കെ, 1 മിനിറ്റ്. കട്ട് ഡൗൺ, കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക. ടു റെഡ്യൂസ്, കുറയ്ക്കുക എന്നാണ്. എ സർവന്റ് ഡസ് നോട്ട് ലൈക്ക്, ഒരു ജോലിക്കാരി ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. ടു ഹാവ് ഹെയർ സാലറി കട്ട് ഡൗൺ, അവളുടെ ശമ്പളം കുറക്കുന്നത് അവൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, അടുത്തത്. കട്ട് ഓഫ്, ഡിസ്കണക്ട്. വാട്ടർ സപ്ലൈ ഹാസ് ബീൻ കട്ട് ഓഫ് അഗെയിൻ. വീണ്ടും ജലവിതരണം വിച്ഛേദിക്കപ്പെട്ടു. ഓക്കെ, വാട്ടർ സപ്ലൈ തന്നെ പറഞ്ഞു. യെസ്, കട്ട് ഓഫ് മീൻസ് നമ്മൾ അറിയാവുന്ന വാക്കാണ് അത്. KCB-കാരെ പറയാറുള്ളതല്ലേ, ലൈൻ കട്ട് ചെയ്യോട്ടാന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞപ്പോലെ വാട്ടർ സപ്ലൈ ഹാസ് ബീൻ കട്ട് ഓഫ് അഗെയിൻ. വാട്ടർ സപ്ലൈ വീണ്ടും കട്ട് ഓഫ് ആക്കി. ഒരു സെന്റൻസ് കൂടി ഉണ്ട്, വായിച്ചു. Unless we pay the bill in time, the connection will be cut off. ബില്ല് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ഓഫ് ആക്കും. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈ അൺലെസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് അല്ലാത്ത പക്ഷം എന്നാണ്. അൺലെസ് മീൻസ് അല്ലാത്ത പക്ഷം. അപ്പൊ അതും കൂടി നമുക്ക് ചേർത്ത് വെച്ച് പറയാം. അൺലെസ് വി പേ ദ ബിൽ ഇൻ ടൈം, കൃത്യസമയത്ത് ബില്ലടക്കാത്ത പക്ഷം. അതങ്ങനെ എടുക്കാം. ദ കണക്ഷൻ വിൽ ബി കട്ട് ഓഫ്, കണക്ഷൻ കട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും. ഒരെണ്ണം കൂടി ഇടുന്നോണം അല്ലേ സനിത? Get on. Make progress. She is sitting well with her studies. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സിറ്റിംഗ് വെൽ എന്നുള്ളത് ഗെറ്റിംഗ് വെൽ എന്നാക്കി മാറ്റാം കേട്ടോ. സിറ്റിംഗ് അല്ല, ഗെറ്റിംഗ് ആണ്. അവള് അതിന്റെ അടുത്ത് ഒരു മിനിറ്റ് ആ വെല്ല് കഴിഞ്ഞിട്ട് ഒരു ഓണും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓൺ സെന്റൻസിൽ ഓൺ വന്നിട്ടില്ല. അപ്പൊ വെല്ല് കഴിഞ്ഞിട്ട് ഒരു ഓണും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. യെസ്, ഇനി പറഞ്ഞോളൂ. ശരി. അവള് പഠനത്തിൽ
പുരോഗതി ഉണ്ട്. യെസ്, കറക്റ്റ്. പുരോഗതി ഉണ്ട്. ഓക്കെ സരിത, പുരോഗതി ഉണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാത്. ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാല് മേക്ക് പ്രോഗ്രസ്. പ്രോഗ്രസ് വളർച്ച. മേക്ക് പ്രോഗ്രസ്, വളർച്ച ഉണ്ടാവുന്നത്. ഷീ ഈസ് ഗെറ്റിംഗ് വെൽ. അവൾക്ക് നല്ല വളർച്ചയുണ്ട്. വിത്ത് ഹെർ സ്റ്റഡീസ്, അവളുടെ പഠനത്തില് നല്ല വളർച്ചയുണ്ട്. ഓക്കെ, രേഷ്മ, ആർ യു ഓക്കെ? രേഷ്മ, ആള് വന്ന് ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ മാത്രമേ ഉള്ളൂ ഞാൻ കഴിയും. ഒരു കോഫി മാത്രമേ ഉള്ളൂ ഞാൻ കഴിയും. ആ, ഓക്കെ ഓക്കെ, കഴിയുമ്പോ പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും രേവതിയിലോട്ട് വരാം. രേവതി, അറിയോ? ഓക്കെ. ഓ, രേവതിക്ക് ഇവിടെ കഷ്ടപ്പെടുണ്ടായില്ലേ? അപ്പൊ രാംസി, അറിയോ? ഓക്കെ. രാംസി കെ എം, യെസ് സാർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ്. അപ്പൊ അടുത്ത മൂന്നാണ് രാംസി. രാംസി കഴിഞ്ഞാല് രേഷ്മ, രേഷ്മ കഴിഞ്ഞ് കഴിഞ്ഞാല് ഷെനി റോജി. കേട്ടാ, ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു വെക്കുകയാണ്. കേട്ടാ, രാംസി, രേഷ്മ, ഷെനി റോജി. ഓക്കെ അല്ലേ? ഇതിനിടക്ക് മറ്റവരാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കേട്ടാം. രാംസി, രേഷ്മ ആൻഡ് ഷെനി റോജി. ഓക്കെ ഓക്കെ. അപ്പൊ രാംഷി ആരംഭിച്ചോളൂ. ഒരു മിനിറ്റ്. നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? 28 പറഞ്ഞു നിർത്തിയത്. 28. അപ്പൊ 29 തുടങ്ങിക്കോ. ആ, ഓക്കെ ഓക്കെ. ഗെറ്റ് ഓവർ, ഓവർകം. ഓവർകം എന്ന് വെച്ചാ അതിജീവിക്കുക. എ മൗണ്ടനെയർ ഹാസ് ടു ഗെറ്റ് ഓവർ സെവറൽ obstacles on his way up. ഓക്കെ, ഇതിന്റെ അകത്ത് ഏതാണ് അർത്ഥം അറിയുമ്പോൾ അല്ലാത്ത വാക്ക്? ഒബ്സ്റ്റാക്കിൾസ്, ഒബ്സ്റ്റാക്കിൾസ്, തടസ്സങ്ങൾ. തടസ്സങ്ങൾ. മൗണ്ടനെയർ എന്ന് പറഞ്ഞാൽ പർവ്വതാരോഹകൻ. മനസ്സിലായി. ഒരു മൗണ്ടനെയർ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണ്. കറക്റ്റ്, വെരി ഗുഡ്. ഒന്നുകൂടി ഒന്ന് ഭംഗിപ്പെടുത്തിയാൽ മതി. കറക്റ്റാണ് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രാംസി, ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ, ഓവർകം, അതിജീവിക്കുക. എ മൗണ്ടനെയർ ഹാസ്, ഉണ്ട്. എന്ത്? ടു ഗെറ്റ് ഓവർ, അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് അതിജീവിക്കണം? സെവറൽ ഒബ്സ്റ്റക്കിൾസ്, ധാരാളം തടസ്സങ്ങൾ. ഓൺ ഹിസ് വേ അപ്പ്, മുകളിലേക്കുള്ള അവന്റെ വഴിയിൽ അവര് ധാരാളം തടസ്സങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് രാംസി പറഞ്ഞത്. വേറൊരു സ്റ്റൈലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോ. ഗെറ്റ് എവേ, എസ്കേപ്പ് ഫാം. ഫാം എന്നുള്ളത് ഫ്രം എന്നാണ് വിചാരിക്കട്ടെ. ഫ്രം, എസ്കേപ്പ് ഫ്രം. രക്ഷപ്പെട്ട് പോവുക, രക്ഷപ്പെട്ടു പോവുക. എന്തിൽ നിന്നെങ്കിലും രക്ഷപ്പെട്ടു പോവുക. ഓക്കെ, കറക്റ്റ് ആണ്. He is fond of talking. You will never get away. ഫൗണ്ട് അല്ല, ഫോണ്ടോ. അതൊരു ഫ്രേസ് ആണ്. ഫോണ്ടോ, fond of. ഇതിനകത്ത് അർത്ഥം അറിയാൻ പാടില്ലാത്ത വാക്ക് ഏതാണ്? He is fond of. ഫോണ്ട് ഓഫ്. LIKED, ലൈക്ക്ഡ് എന്നർത്ഥം. LIKED, ലൈക്ക്ഡ്. അപ്പൊ അവിടെ ഫോണ്ട് ഓഫിന് പകരം ലൈക്ക്ഡ് എന്നാന്ന് വിചാരിച്ച് വായിച്ചു. He is fond of talking. അവന്റെ സംസാരം ഇഷ്ടമാണെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് എവേ, നീ അവിടുന്ന് രക്ഷപ്പെട്ടു പോവില്ലായിരുന്നു. ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കിയാൽ മതി. കറക്റ്റാണ്, കറക്റ്റാണ്. ഓക്കെ, ഗെറ്റ് അവേ, എസ്കേപ്പ്. എസ്കേപ്പ് രക്ഷപ്പെടും. ഫ്രം, നിന്നും.
എന്തിൽ നിന്നാന്ന് പറഞ്ഞിട്ടില്ല. എന്തിൽ നിന്നോ രക്ഷപ്പെടുക. അപ്പൊ പറയണ ഒരു ആളെ കുറിച്ച് പറയണേ, ഹി ഈസ് ഫോണ്ട് ഓഫ് ടോക്കിംഗ്. അവൻ ഒരു സംസാരപ്രിയനാണ്. യെസ്, കേട്ടാ, ഈസ് ഫോണ്ട് ഓഫ് ടോക്കിംഗ്. സംസാരിക്കുന്ന ഇഷ്ടമുള്ള ഒരാളാണ്, അവനൊരു സംസാരപ്രിയനാണ്. അപ്പൊ നീ അവന്റെ അടുത്തേക്ക് ചെന്ന് തലവെച്ച് കൊടുത്താൽ അവന്റെ സംസാരം നിർത്തിയിട്ട് വേണ്ട നിനക്ക് അവർക്ക് പോരാൻ. അതാണ് പറഞ്ഞത്, യു വിൽ നെവർ ഗെറ്റ് അവേ. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ചില ആളുകൾക്ക് നമ്മൾ വർത്താനം പറയുന്നത് കൊടുത്താൽ അവിടുന്ന് പോരാൻ പറ്റില്ലല്ലോ. അതാണ് സാധനം പറയുന്നത്. ഓക്കെ, മൂന്നായ രാംസി. ഇല്ല 29 നീ പറഞ്ഞോടെ ഉണ്ട്. ആ എന്നാ ഓക്കെ ഓക്കെ ഓക്കെ. ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രോ. ത്രൂ, THROU. ഗെറ്റ് ത്രൂ. പാസ്. പാസ്. പാസ് എന്ന് വെച്ചാ ജയിക്കുക, ആ ജയിക്കുക, പാസ്സാവാന്ന് പറയാതെ. അതെ. യു കനോട്ട് ഗെറ്റ് ത്രൂ ആൻ എക്സാമിനേഷൻ അതർ ദാൻ യു വർക്ക് ഹാർഡ്. വെരി സിമ്പിൾ അല്ലേ പറയാനായിട്ട്. യു കനോട്ട് ഗെറ്റ് ത്രൂ ആൻ എക്സാമിനേഷൻ അതർ ദാൻ യു വർക്ക് ഹാർഡ്. നിനക്ക് എക്സാമിനേഷന് പാസ്സാവണമെങ്കിൽ നന്നായി യു വർക്ക് ഹാർഡ് വർക്ക് നന്നായി ചെയ്യണം. യെസ്, കറക്റ്റാണ്. പിന്നെ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞാല്, ഒന്നുകൂടി നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല്, യു കനോട്ട്, നിനക്ക് കഴിയില്ല. ക്യാൻ കഴിയും, കനോട്ട് കഴിയില്ല. ഗെറ്റ് ത്രൂ എന്നുള്ളത് പാസ് എന്ന് വിചാരിക്കുക. അപ്പൊ യു കനോട്ട് പാസ്, നിനക്ക് വിജയിക്കാൻ കഴിയില്ല. ആൻ എക്സാമിനേഷൻ, ഒരു പരീക്ഷയിൽ നിനക്ക് വിജയിക്കാൻ കഴിയില്ല. അതർ ദാൻ, അല്ലാത്ത പക്ഷം. യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് അധ്വാനിക്കാത്ത പക്ഷം നിനക്കൊരു പരീക്ഷയിൽ വിജയിക്കാൻ കഴിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. രാംസി, കുഴപ്പമൊന്നുമില്ല. യെസ്, വീണ്ടും ടീച്ചറായിട്ടുണ്ട്. ദെൻ രേഷ്മ. പറയട്ടെ. യെസ്, ഓക്കെ ഓക്കെ. സനിത്, മറ്റേ നമ്മുടെ രണ്ടുപേരുണ്ടല്ലായിരുന്നല്ലോ നേരത്തെ വിളിച്ച രണ്ടുപേരില്. പറഞ്ഞോളൂ രേഷ്മ. Get up. Rise from bed. Some people find it difficult to get up early in the morning. ചില ആളുകൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാറുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബുദ്ധിമുട്ടാറുണ്ട്. ഓക്കെ, നോക്കുക. റൈസ്, ഒറ്റ മിനിറ്റ്. റൈസ് ഫ്രം ബെഡ്, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് ഗെറ്റപ്പ് എന്ന് പറയാം. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുന്നേൽക്കാതെ നമ്മൾ കണ്ണു തുറക്കൂലേ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോ. യെസ്, ആ കണ്ണു തുറക്കുന്നതിനെ വേക്കപ്പ് എന്നാണ് പറയാം. വേക്കപ്പും ഗെറ്റപ്പും രണ്ടാണ്. വേക്കപ്പ് എന്ന് പറഞ്ഞാല് കണ്ണു തുറന്നു, പക്ഷെ കാല് താഴെ കുത്തിയിട്ടില്ല. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് താഴെ കുത്തി. അതാണ് നമ്മൾ വ്യത്യാസപ്പെട്ട. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, ചില ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെ എഴുന്നേക്കാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? ചില ആളുകൾ അങ്ങനെയല്ലേ, വൈകി എത്ര വേണമെങ്കിലും ഇരിക്കാൻ രാത്രി, രാവിലെ എഴുന്നേക്കാൻ പറയുന്നത്. ചില ആളുകൾ നേരത്തെ കിടക്കും, രാവിലെ എഴുന്നേക്കും. ഓക്കെ, രേഷ്മ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ടതാ? ഹിന്ദോയിസി. അതാണ് ചെങ്ങാതി. എനിക്ക് മനസ്സിലായില്ല. വൈകി കിടന്ന് വൈകി, അതാണ് വെരി ഗുഡ്. നല്ല കോമഡിയെ പോയില്ല. യെസ്, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കും, നേരത്തെ ഉറങ്ങും. രാത്രി നേരത്തെ ഉറങ്ങും, പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കും. അതാണ് വേണ്ടത്. നേരത്തെ ഏർലി ടു ബെഡ്, ഏർലി ഫ്രം ബെഡ്, അതാണ് കറക്റ്റായ നിയമം. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് നല്ല കോമഡിയെ പോയിട്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടാന്ന് ചോദിച്ചപ്പോ വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അടുത്ത വായിച്ചു. ഗിവിങ്, സറണ്ടർ, ഈൽഡ്. സറണ്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാണ് മലയാളത്തിൽ എന്താ പറയാ? സറണ്ടർ ആകുന്നത്, കീഴടങ്ങുക. They fought until the enemy gave in. അപ്പൊ സറണ്ടർ എന്നുള്ളതിന്റെ പാസ്റ്റൻസ് ആണ് ഗേവ് ഇൻ. ശത്രുക്കൾ അവർ
ഫോർട്ട് എന്ന് വെച്ചാല് ഫൈറ്റ് യുദ്ധം ചെയ്യുക. അതിന്റെ പാസ്റ്റൻസ് ആണ് ഫോർട്ട്, യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തു. യോ എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ വരുമ്പോ തീരെ പറ്റാണ്ടാവുമ്പോ ചോദിച്ചാൽ സാറേ ഒരു ഹെൽപ്പ്. They fought until the enemy gave in. യുദ്ധത്തിൽ ശത്രുക്കൾ കീഴടങ്ങി. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം. ഫോർട്ട്, യുദ്ധം ചെയ്തു. അണ്ടിൽ വരെ എന്തുവരെ? ശത്രു കീഴടങ്ങുന്നത് വരെ അവർ യുദ്ധം ചെയ്തു. രേഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശനി റോജി, അടുത്ത മൂന്നെണ്ണം വായിച്ചോളൂ. ശനി റോജി. ഗീവ് അപ്പ് അല്ലേ? ഗീവ് അപ്പ്. ഗീവ് അപ്പ്, സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തുക. The doctor advised him to give up smoking. ഡോക്ടർ അവനോട് അഡ്വൈസ് ചെയ്തു അവനോട് സ്മോക്കിംഗ് നിർത്താനായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്ത ഗീവ് അവേ, ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക. The prizes were given away to the winners by the minister. മിനിസ്റ്റർ വിന്നറായവർക്ക് പ്രൈസ് വിതരണം ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഗീവ് ഓവർ, കൊടുക്കുക. The keys were given over to our neighbors during our absence. നൈബേഴ്സിന്റെ ആബ്സെൻസിൽ അവർക്ക് കീ കൊടുത്തു. കയ്യിൽ ചെറുതായിട്ടൊന്നും മിസ്സായി പോയി. ജസ്റ്റ് ഓപ്പോസിറ്റ് പറയാം. നൈബേഴ്സിന്റെ ആബ്സെൻസിലാണോ? അവർ നൈബേഴ്സ് ചെറുതായിട്ട് നൈബേഴ്സ് കൊടുത്തു എന്നല്ലേ? നൈബേഴ്സിന് കൊടുത്തു എന്നാണ്. ഓക്കെ, ദ കീസ് താക്കോലുകൾ were given to our neighbors. താക്കോലുകൾ നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കാറുണ്ട്. To our neighbors. Okay. Our absence, നമ്മൾ അവിടെ ഇല്ലാതെ ആകുമ്പോ താക്കോൽ ആർക്ക് കൊടുക്കാറുണ്ട്? നൈബേഴ്സിന് കൊടുക്കാറുണ്ട്. ഓക്കെ, സമയത്താണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഡ്യൂറിങ് മീൻസ് സമയത്ത് നിന്നാണോ? അല്ല, ഡ്യൂറിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് എന്നാണ്. ആബ്സെൻസിന്റെ ഇടയ്ക്ക്, ഡ്യൂറിങ്ങിന് ഇടയ്ക്ക്, ഡ്യൂറിങ് ദി പ്രോഗ്രാമിന്റെ ഇടയ്ക്ക്, ഡ്യൂറിങ്ങിന് ഇടയ്ക്ക് എന്നാണ് നമ്മൾ പ്രിപ്പോസിഷൻ പറഞ്ഞപ്പോ പറഞ്ഞാണ്. യെസ്, അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞിട്ട്? 36. അത് ഞാൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? 36 എണ്ണം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 37 കൂടി നോക്കാം. ഓക്കെ, യെസ്, അപ്പോ 36 നമ്മൾ എടുത്തിട്ടാ. യെസ്, ഓക്കെ. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 40, 50, 14 കൂടി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തീരെ. യെസ്, ആരാണ് സൈൻ ഔട്ട്? എന്തെങ്കിലും പറയാം, വീഡിയോ ക്ലോസ് ചെയ്യാം. സമയമായതുകൊണ്ട് നിർത്തിയതാണ്. നമ്മുടെ ജനസംഖ്യയൊക്കെ വളരെ കുറഞ്ഞു പോയല്ല ഐശ്വര്യ? എല്ലാരും ഇതിന് വേണ്ടിട്ട് പോയേക്കാ സാർ. കുറെ പേര് ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട്. നല്ല കാര്യത്തിൽ പോയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം അല്ലേ ഐശ്വര്യ? പിന്നെ അവർക്ക് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയും ചെയ്യാം. വേണ്ടേ? വിശ്വസിക്കണ്ടേ? എല്ലാരും പ്രാക്ടീസിന് വേണ്ടിട്ട് പോയതല്ലേ. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് മുമ്പൊക്കെ നന്നായിട്ടൊക്കെ ചുമച്ചിരുന്ന? ചുമയൊക്കെ മോശമായില്ല അല്ലേ? യെസ്, ഓക്കെ. സൈൻ ഔട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ക്ലോസ് ചെയ്യാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. സീ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.